Students, welcome to the second session of our first module for the subject Dynamics of Machinery. So students, today we will learn more about static force analysis. I have given an overview about static force analysis and the subject DOM and the scope for force analysis. All these things are covered in the first session, right? Hope you have watched that video. And okay, we can move to our topic. So students, I think you have already studied how to draw a force triangle. Very important, force triangle. ഫോഴ്സ് ട്രയാങ്കിൾ എങ്ങനെയാണ് വരക്കേണ്ടത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും, +2 എങ്കിലും പഠിച്ചിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് പറയാം. സപ്പോസ് നമുക്കറിയാം ഫോഴ്സ് എന്താണ്, ഒരു വെക്ടറാണ് അല്ലേ. ഫോഴ്സ് ഈസ് എ വെക്ടർ. വെക്ടർ മീൻസ് ഇറ്റ് ഹാസ് ഗോട്ട് മാഗ്നിറ്റ്യൂഡ് ആസ് വെൽ ആസ് ഡയറക്ഷൻ ആൻഡ് ലൈൻ ഓഫ് ആക്ഷൻ. That's magnitude. Suppose this is my force. Its magnitude F1. Magnitude is 50 Newton. Okay. അപ്പോൾ ഈ 50 ന്യൂട്ടണുള്ള ഫോഴ്സിന് എന്തുണ്ട്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 50 ന്യൂട്ടൺ ആണെന്ന് അറിയാം. ഇതിൻ്റെ ഡയറക്ഷൻ ഇതാണ്, ആരോ ഹെഡ് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ. ഡയറക്ഷൻ ഏതാണ്, ടുവേർഡ്സ് ദിസ് ഡയറക്ഷൻ, മീൻസ് അതിൻ്റെ ആരോ ഹെഡ്. ലൈൻ ഓഫ് ആക്ഷൻ അറിയാമെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടും ആവാം ഇങ്ങോട്ടും ആവാം. അപ്പോൾ അത് ഏതാണെന്ന് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യണം, മുകളിലേക്കാണോ താഴേക്കാണോ. അപ്പോൾ നമുക്ക് 3 കാര്യങ്ങളുണ്ട്. മാഗ്നിറ്റ്യൂഡ് അറിയണം, ആരോ ഹെഡ് എങ്ങോട്ടാണെന്ന് അറിയണം, ലൈൻ ഓഫ് ആക്ഷൻ ഏതാണെന്ന് അറിയണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിലാണ് ഒരു ഫോഴ്സിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഫോഴ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിഫൈൻ. അപ്പോൾ നമ്മൾ ഗ്രാഫിക്കലി സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 50 ന്യൂട്ടണിലുള്ള ഒരു ഫോഴ്സ് നമ്മൾ ഗ്രാഫിക്കലി ഷോ ചെയ്യുന്നത് എങ്ങനെയാണ്? ഗ്രാഫിക്കലി എങ്ങനെ ഷോ ചെയ്യും? നമ്മൾ 50 ന്യൂട്ടൺ സ്കെയിൽ ചെയ്യും. എങ്ങനെയാണ്? സ്കെയിലിംഗ്, ബൈ സ്കെയിലിംഗ്. ഓക്കെ, സപ്പോസ് 10 ന്യൂട്ടൺ ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ എന്നുള്ള സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ 50 ന്യൂട്ടൺ എന്തായി? 50 ന്യൂട്ടൺ ഒരു 5 സെൻറ്റിമീറ്റർ. നമ്മളെന്ത് ചെയ്യും? ആ ഡയറക്ഷൻ ഏതാണെന്ന് അറിയാം നമുക്ക്, ലൈൻ ഓഫ് ആക്ഷൻ അറിയാം, ഡയറക്ഷൻ അറിയാം. ഇതൊരു 5 സെൻറ്റിമീറ്ററുള്ള ഒരു ലൈൻ സെഗ്മെൻറ്റ് വരക്കും, എന്നിട്ട് അതിന് ആരോ ഹെഡ് ഇടും. അപ്പോഴാണ് നമുക്ക് F1 എന്നുള്ള F1 വെക്ടർ ഈക്വൽ 50 ന്യൂട്ടൺ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യപ്പെടുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, സപ്പോസ് നോക്കാം, ഇനി വെക്ടർ ട്രയാങ്കിൾ എന്ന് നോക്കാം. Suppose we have got a force with a magnitude F. Suppose this is F1 and direction is like this. Suppose F1 equal to some 30 Newton. Okay. Now I have got another force F2. F2 equal to some 40 Newton. Okay. So what will be the resultant of both these forces? Suppose you have to add F1 and F2. So by adding F1 and F2 means you will get the resultant of both the forces F1 and F2. How will you get that resultant? എന്ത് ചെയ്താൽ മതി? ഫോഴ്സ് ട്രയാങ്കിൾ എടുത്താൽ മതി. ഫോഴ്സ് ട്രയാങ്കിൾ എങ്ങനെ എടുക്കാം? സപ്പോസ് ഇതെന്താണ്, F1 എന്താ 30 ന്യൂട്ടൺ. അപ്പോൾ 3 സെൻറ്റിമീറ്ററിൽ എന്ത് വരക്കാം? ഒരു ലൈൻ സെഗ്മെൻറ്റ് വരക്കാം. 3 സെൻറ്റിമീറ്ററുള്ള ഒരു ലൈൻ സെഗ്മെൻറ്റ് വരച്ചു. എന്നിട്ട് അതിന് ആരോ ഹെഡ്, ഏത് ഡയറക്ഷനിലേക്കാണോ ഹെഡ്, ആ ഹെഡ് മാർക്ക് ചെയ്യാം. ഡയറക്ഷൻ ഏതായിരിക്കണം? ഇതിന് പാരലായിട്ടാണ് വരക്കുന്നത്. ഓക്കെ, ഇതിന് പാരലായിട്ട് ഇവിടെ വരക്കാം, 3 സെൻറ്റിമീറ്ററിൽ വരക്കാം. ഇനി ഇതിൻ്റെ ഹെഡിൽ നിന്ന് മറ്റേതിൻ്റെ ടെയിൽ പോകുന്ന രീതിക്ക് ആ ഡയറക്ഷനിൽ എന്ത് വരക്കാം? F2 വരക്കാം. F1 F2. അപ്പോൾ ഇതിൻ്റെ എത്ര ആയിരിക്കണം? 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. കാരണം അതെന്താണ്? 40 ന്യൂട്ടൺ. അപ്പോൾ എങ്ങനെയായിരിക്കണം വരക്കേണ്ടത്? ഒന്നിൻ്റെ ഹെഡ് എന്നായിരിക്കണം, മറ്റതിൻ്റെ ടെയിൽ ടച്ച് ചെയ്യും. ഇനി ഇതിൻ്റെ റിസൾട്ടൻറ്റ് F
F1 plus F2 വെക്ടർ സമ്മ്. വെക്ടർ സമ്മ് എങ്ങനെയായിരിക്കും? വെക്ടർ സമ്മ് ഇതിൻ്റെ ടെയിലിൽ നിന്ന് മറ്റേതിൻ്റെ ഹെഡിലേക്ക്, ഇതായിരിക്കും റിസൾട്ടൻറ്റ് എഫ് ആർ വെക്ടർ. ഇനി ഇതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കാം. ഇതിൻ്റെ ലെങ്ത്ത് 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ, സപ്പോസ് 5 സെൻറ്റിമീറ്റർ ആണെന്ന് വെക്കാം, ആണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? നമ്മൾ സ്കെയിൽ എങ്ങനെയാണ് എടുത്തത്? 10 ന്യൂട്ടൺ 1 സെൻറ്റിമീറ്റർ. അപ്പോൾ 5 സെൻറ്റിമീറ്റർ 50 ന്യൂട്ടൺ ആയിരിക്കും. അപ്പോൾ റിസൾട്ടൻറ്റ് വെക്ടർ എഫിൻ്റെ മാഗ്നിറ്റ്യൂഡ് 50 ന്യൂട്ടൺ. അതിൻ്റെ ഡയറക്ഷൻ ഇതായിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഡയറക്ഷൻ ഏതാണ്? ഇതാണ് അതിൻ്റെ ഡയറക്ഷൻ. ഹെഡ് ലൈൻ ഓഫ് ആക്ഷൻ ഡയറക്ഷൻ നമുക്ക് കിട്ടിക്കും. ഇനി നോക്കുക, സെയിം സാധനം F1 ഉണ്ട്, F2 ഉണ്ട്. ഇനി ഞാനത് സെയിം ഓർഡറിൽ F1 F2 F3 ഇങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, F3 ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ എല്ലാം സെയിം ഓർഡർ. ഇത് ഹെഡ്, അടുത്ത ടെയില്, ഇതിൻ്റെ F2യുടെ ഹെഡിൽ നിന്ന് F3യുടെ ടെയില്, F3യുടെ ഹെഡ് F1ൻ്റെ ടെയില് ടച്ച് ചെയ്യുന്നു. അതായത് ഒന്നിൻ്റെ ഹെഡ് മറ്റേതിൻ്റെ ടെയില് ടച്ച് ചെയ്യുന്ന രീതി, എല്ലാം മൂന്നും അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? F1 plus F2 plus F3, അതായത് വെക്ടർ സം ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 0 എന്നാണ്. അപ്പോൾ ഇത് മൊത്തം നെറ്റ് ഫോഴ്സ് 0 എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതൊരു ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 3 ഫോഴ്സ് അറിയാം നമുക്ക്, 3ൻ്റെയും ലൈൻ ഓഫ് ആക്ഷൻ ഡയറക്ഷൻ എല്ലാം അറിയാം. അപ്പോൾ അതൊരു ട്രയാങ്കിളായി വരച്ച് കഴിഞ്ഞാൽ, ട്രയാങ്കിളായിട്ട് വരക്കുന്ന വെച്ചാൽ അങ്ങനെ സെയിം ഓർഡർ എന്ന് വെച്ചാൽ ഒന്നിൻ്റെ ഹെഡിൽ നിന്ന് മറ്റേതിൻ്റെ ടെയില്, അതിൻ്റെ ഹെഡിൽ നിന്ന് മറ്റേതിൻ്റെ ടെയില്, മൂന്നാമത്തേൻ്റെ ഹെഡ് ഒന്നാമത്തേൻ്റെ ടെയിലിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? വാട്ട് ഡസ് ദാറ്റ് മീൻ? ഇറ്റ് മീൻസ് ദാറ്റ് ഓൾ ദ 3 ഫോഴ്സസ് ആർ ഇൻ ഇക്വിലിബ്രിയം. All the 3 forces are in equilibrium. ഇതൊക്കെ നിങ്ങൾ മുന്നേ പഠിച്ചതാണ്. അപ്പോൾ F1 F2 F3 completes a triangle. That means all the 3 forces are in equilibrium. That is net force is equal to 0. പക്ഷെ ഇവിടെ എന്താണ് നമ്മളെടുത്തത്? ഇവിടെ F1 ഉണ്ട്, F2 ഉണ്ട്, F1 ഉണ്ട്, F2 ഉണ്ട്. പക്ഷേ ഇത് FR എങ്ങനെയാണ് എടുത്തത്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഇങ്ങോട്ടല്ലേ എടുത്തത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് F1 plus F2 റിസൾട്ടാണ് FR. നേരെ മറിച്ച് ഇതിൻ്റെ ഡയറക്ഷൻ ഞാൻ ഇങ്ങനെ വെച്ചു, ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് വെക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? F1 plus F2 plus FR equal to 0 എന്നാണ്. ഓക്കെ, അപ്പോൾ ഒരു ഫോഴ്സ് ട്രയാങ്കിൾ വരക്കുമ്പോൾ ആ മൂന്നാമത്തെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? അത് സെയിം ഓർഡറിലാണോ ഓപ്പോസിറ്റ് ഓർഡറിലാണോ? സെയിം ഓർഡറിലാണെങ്കിൽ 3 ഫോഴ്സും ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. ഓപ്പോസിറ്റ് ഓർഡറിലാണ് ട്രയാങ്കിൾ കംപ്ലീറ്റ് ആവുന്നതെങ്കിൽ ആദ്യത്തെ 2 ഫോഴ്സിൻ്റെയും റിസൾട്ടൻ്റാണ് മൂന്നാമത്തെ ഫോഴ്സ് എന്ന് പറയാം. മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് അല്ലെങ്കിൽ ഡൈനാമിക് ഫോഴ്സ് അനാലിസിസിൻ്റെ ഒരു പ്രീ റിക്വസൈറ്റ് ആയിട്ട് എന്താണ്? ദീസ് തിങ്സ് ആർ ദ പ്രീ റിക്വസൈറ്റ് ഫോർ സ്റ്റഡിയിങ് ആൻഡ് അനലൈസിങ് സ്റ്റാറ്റിക് ഫോഴ്സ് സിസ്റ്റം. ഓക്കെ, നമ്മൾ ഇക്വിലിബ്രിയം ഓഫ് മെമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്കൊരു മെക്കാനിസം ഉണ്ടാവും. ആ മെക്കാനിസത്തിലെ ലിങ്ക്സ് അല്ലെങ്കിൽ അതിൽ ലിങ്ക്സിനെയാണ് നമ്മളെന്ത് പറയുന്നത്? മെമ്പേഴ്സ് പറയുന്നത്. 4 ബാർ മെക്കാനിസം വെച്ചാൽ ഒരു 4 ബാർ മെമ്പറുള്ള 4 ലിങ്ക്സ് ഉള്ള മെക്കാനിസം അല്ലേ? അപ്പോൾ ഓരോ മെമ്പറിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഇക്വിലിബ്രിയത്തിലാണോ എന്ന് നോക്കണം. ഓരോ മെമ്പറും ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ആസ് എ ഹോൾ ദ മെക്കാനിസം വിൽ ബി ഇൻ ഇക്വിലിബ്രിയം. അതാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജി. അങ്ങനെയാണ് നമ്മളൊരു മെക്കാനിസം ഇക്വിലിബ്രിയത്തിലാവണമെന്ന് പറയുന്നത്. അപ്പോൾ അതിനു മുന്നേ there are different types of member based on the number of forces acting on it. 2 force member ഉണ്ട്,
3 ഫോഴ്സ് മെമ്പർ ഉണ്ട്, 2 ഫോഴ്സ് ആൻഡ് എ ടോർക്ക് ഉള്ള മെമ്പർ ഉണ്ട്. പിന്നെ 4 ഫോഴ്സ് മെമ്പറും ഉണ്ട്, പക്ഷെ അത് നമ്മൾ കൂടുതലായിട്ട് അങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ ചെയ്യുന്നില്ല. 4 ഫോഴ്സ് വരുന്ന മെമ്പേഴ്സും ഉണ്ടാവാം. പക്ഷെ നമ്മൾ ബേസിക്കായിട്ട് അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ ഈ മൊഡ്യൂൾ നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 2 ഫോഴ്സ് മെമ്പർ, 3 ഫോഴ്സ് മെമ്പർ, 2 ഫോഴ്സ് ആൻഡ് ടോർക്ക് മെമ്പർ. അപ്പോൾ ഒരു 2 ഫോഴ്സ് മെമ്പർ, ഇക്വിലിബ്രിയം ഓഫ് 2 ഫോഴ്സ് മെമ്പർ, ഓഫ് എ 2 ഫോഴ്സ് മെമ്പർ എങ്ങനെയാണ് ഒരു 2 ഫോഴ്സ് മെമ്പർ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. സപ്പോസ് ദിസ് ഈസ് എ ലിങ്ക് ഓർ എ മെമ്പർ, ഇറ്റ് വിൽ ബി AB. ഈ AB-യിൽ 2 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ AB എന്നുള്ള മെമ്പർ, ഫോർ ദിസ് മെമ്പർ ടു ബി ഇൻ ഇക്വിലിബ്രിയം, വാട്ട് ഷുഡ് ബി ദ കണ്ടീഷൻ ഓഫ് ദോസ് 2 ഫോഴ്സസ്? ഞാൻ പറയാം. 2 conditions are the forces should be of same magnitude. പിന്നെന്താണ്? The forces should be in opposite direction. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് the forces should act alone. സെയിം ലൈൻ. അതായത് ലൈൻ ഓഫ് ആക്ഷൻ സെയിം ആയിരിക്കണം. ഈ 3 കണ്ടീഷൻസ് ഫോളോ ചെയ്താൽ മാത്രമേ ഈ 2 ഫോഴ്സ് മെമ്പർ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാൻ പറ്റും. എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ഒന്ന്, സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കണം. 2 ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം. രണ്ടാമത്തെ 2 ബോത്ത് ഫോഴ്സ് ഷുഡ് ബി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് ഒന്ന് പോസിറ്റീവ് ഡയറക്ഷനും ഒന്ന് നെഗറ്റീവ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ മാത്രമേ എന്ത് പറ്റൂ? ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാൻ പറ്റും, അല്ലേ? 2 ഫോഴ്സ്, ഒരു ഫോഴ്സ് 50 ന്യൂട്ടൺ, മറ്റേ ഫോഴ്സ് 50 ന്യൂട്ടൺ, അപ്പോൾ മാഗ്നിറ്റ്യൂഡ് സെയിം ആയി. പക്ഷേ രണ്ടും 50 എന്ന് പറയുമ്പോൾ ഒന്ന് പോസിറ്റീവ് 50 ആയിരിക്കണം, അല്ലെങ്കിൽ ഒന്ന് ഒരു ഡയറക്ഷനിലായിരിക്കണം, ഒന്ന് മറ്റൊരു ഡയറക്ഷനിലായിരിക്കണം. ഒന്ന് പോസിറ്റീവ് 50 ആണെങ്കിൽ മറ്റേ നെഗറ്റീവ് 50 ആയിരിക്കണം. എന്നാലേ നെറ്റ് ഫോഴ്സ് എന്താവും? 0 പോരാ. മൂന്നാമത്തെ പോയിന്റ് ഉണ്ട്. എന്താണ്? ദ ഫോഴ്സ് ഷുഡ് ആക്ട് അലോങ് സെയിം ലൈൻ. അതായത് ദ ഷുഡ് ബി കൊലീനിയർ ഫോഴ്സസ്. നോക്കാം. സപ്പോസ് ഐ ഹാവ് F1 acting at point 1, F2 acting at point 2. Suppose F1 is 30 Newton, F2 is 40 Newton, means there will be F1 is 30 Newton, F2 is 40 Newton, but they are acting opposite to each other. രണ്ടിനും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്, പക്ഷേ മാഗ്നിറ്റ്യൂഡ് സെയിം അല്ല, പക്ഷേ രണ്ടും കൊലീനിയറുമാണ്. അപ്പോൾ എന്താണ്? ഇത് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാൻ പറ്റും. നെറ്റ് ഫോഴ്സ് എന്തുണ്ട്? 40 - 30 ഒരു 10 ന്യൂട്ടൺ. ഏത് ഡയറക്ഷൻ? ഈ ഡയറക്ഷനിൽ ഒരു നെറ്റ് ഫോഴ്സ് 10 ഉണ്ട്. നെറ്റ് ഫോഴ്സ് ഒരു മെമ്പറിൽ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ആ മെമ്പർ ഇക്വിലിബ്രിയത്തിലല്ല. ഓക്കെ. അപ്പോൾ വാട്ട് ഡസ് ദാറ്റ് മീൻ? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ both forces should be equal. മറ്റൊരു കേസിൽ both forces are of same magnitude, but they are in same direction also. F2 is also equal to 30 Newton. F1 is also 30 Newton. F1 is acting on A, F2 is acting on B. Okay, the beam is like this. Because F2 is acting in B with the same magnitude and same direction.
So if they are having same magnitude and same direction, means what will be the net force? Net force will be 60 Newton, right? Because both are acting in same direction. അപ്പോൾ ഒരു നെറ്റ് ഫോഴ്സ് ഉണ്ടെന്നല്ല അർത്ഥം. നെറ്റ് ഫോഴ്സ് ഉണ്ടാവാൻ പാടില്ല. നെറ്റ് ഫോഴ്സ് ഉണ്ടെങ്കിൽ അത് ഇക്വിലിബ്രിയത്തിലല്ല. അപ്പം അങ്ങനെ ഒരു പ്രശ്നം. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഈക്വലായാൽ മാത്രം പോരാ, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആവണം. ഇനി മൂന്നാമതൊരു കേസ് എടുത്തു കഴിഞ്ഞാൽ ബി ഉണ്ട്, F1 ഇങ്ങനെയുണ്ട്, F2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, പക്ഷേ കൊലീനിയർ അല്ല. F2 30 Newton കൊലീനിയർ അല്ല. കൊലീനിയർ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കൊലീനിയർ അല്ല മീൻസ് ഇതിൻ്റെ നെറ്റ് ഫോഴ്സ് എന്താണ്? F1 മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ സെയിം ആയെങ്കിൽ കൂടി മാത്രമേ നമുക്ക് ഈ മെമ്പർ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ hope you have understood all these three criteria should be follow, right? ഏതൊക്കെയാണ് മൂന്ന് ക്രൈറ്റീരിയ മനസ്സിലാക്കി. നമ്മൾ 3/4 മെമ്പർ ആണെങ്കിലോ, 3/4 മെമ്പർ ആണെങ്കിൽ suppose I have got a member like this. Suppose an applied force F1 here. Okay, this is a 3/4 member. Okay, 3/4 member means F1, F2, F3. F1, F2, F3 acting on this particular body or a member. For this member to be in equilibrium, there are two conditions. The resultant of forces, all three forces should be 0, right? Should be 0. And ഒരു പോയിന്റ് കൂടിയുണ്ട്, all the forces should be concurrent. The line of action of the forces should intersect at a point. Okay, ഇപ്പം 3 ഫോഴ്സ് ഉണ്ടെങ്കിൽ 3 ഫോഴ്സിൻ്റെയും ലൈൻ ഓഫ് ആക്ഷൻ ഡയറക്ഷൻ എങ്ങോട്ടും ആവട്ടെ, പക്ഷെ ലൈൻ ഓഫ് ആക്ഷൻ ഷുഡ് ഇൻ്റർസെക്റ്റ് അറ്റ് എ പോയിന്റ്. അതായത് ഈ 3 ഫോഴ്സസ് ഷുഡ് ബി, ഓൾ ദ 3 ഫോഴ്സസ് ഷുഡ് ബി കൺകറൻറ്റ്. എന്താണ് കൺകറൻറ്റ് എന്ന് വെച്ചാൽ ഓൾ ദ ലൈൻ ഓഫ് ആക്ഷൻ ഷുഡ് ഇൻ്റർസെക്റ്റ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ്. അപ്പോൾ 3 ഫോഴ്സും ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യാൻ വേണം. 3ൻ്റെയും റിസൾട്ടൻ്റ് 0 ആയിരിക്കണം. റിസൾട്ടൻ്റ് 0 ആണെങ്കിൽ മാത്രമേ ഫോഴ്സ് നമുക്ക് മെമ്പർ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ 2/4 മെമ്പർ ആണെങ്കിൽ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വലും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയാലും സ്വാഭാവികമായിട്ട് അത് റിസൾട്ടൻ്റ് ഫോഴ്സ് 0 ആണെന്ന് പറയാൻ പറ്റും, റൈറ്റ്? 3/4 മെമ്പറിൻ്റെ കീഴിൽ നമുക്ക് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ മതിയോ? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം അവിടെ 2 അല്ല 3 ആണല്ലേ. അപ്പോൾ ഏതാണ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്ന് നമുക്ക് എടുക്കാൻ? സപ്പോസ് ഒന്നിക്കൽ ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് റിസൾട്ടൻ്റ് കണ്ട് ഇത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഇത് എന്ന് പറയണം. അതിനെക്കാട്ടിയും ബെറ്റർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത് 3ഉം ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയും ഇത് 3ൻ്റെയും റിസൾട്ടൻ്റ് 0 ആണെന്ന് ഉറപ്പാക്കുകയും ചെയ്താൽ ഈ മെമ്പർ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ടൻ്റ് കാണുന്നത് എങ്ങനെയാണ്? റിസൾട്ടൻ്റ് കാണുന്നത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഫോഴ്സ് ട്രയാങ്കിൾ. അപ്പോൾ F1 ഞാൻ പാരലായിട്ട് ഇങ്ങനെ വരച്ചു, ഒരു പെർട്ടിക്കുലർ സ്കെയിൽ ചെയ്ത് F1 വരച്ചു. ഓക്കെ, F2
അതിൻ്റെ അതിൻ്റെ ഹെഡിൽ നിന്ന് F2 ഒറിജിനേറ്റ് ചെയ്യുന്ന രീതിയിൽ പാരലായിട്ട് വരച്ചു. ഇനി F2 F3 ഇങ്ങനെ വരച്ചു. അപ്പോൾ ഇത് ക്ലോസ് ആവുന്നുണ്ടെങ്കിൽ, ഇത് ട്രയാങ്കിളായി ക്ലോസ്ഡ് ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് അത് ഇക്വിലിബ്രിയത്തിലാണ്, അല്ലെങ്കിൽ റിസൾട്ടൻറ്റ് 0 ആണെന്നാണ്. അത് ക്ലോസ്ഡ് ആവുന്നില്ലെങ്കിൽ, സപ്പോസ് ഇത് 3 ഇതൊരു 4 ഒന്നുകൂടെ, ഇത് F1 ഇത് F2, സപ്പോസ് F3 ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇത് ക്ലോസ്ഡ് ആവുന്നില്ല. ദാറ്റ് മീൻസ് ദ റിസൾട്ടൻറ്റ് ഈസ് നോട്ട് 0. ദാറ്റ് മീൻസ് ദ സിസ്റ്റം ഈസ് നോട്ട് ഇൻ, ദ മെമ്പർ ഈസ് നോട്ട് ഇൻ ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ മീനിങ്. പിന്നെ ഇത് കൺകറൻ്റ് ആണെന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യുക, ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യുക, ഇത് ലൈൻ ഓഫ് ആക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യുക. ഇതെല്ലാം കൂടി ഒരു കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ട്രയാങ്കിൾ എടുത്ത്, ഫോഴ്സ് ട്രയാങ്കിൾ എടുത്ത് കഴിഞ്ഞാൽ അത് ക്ലോസ്ഡ് ആവുന്ന രീതിയിൽ വരുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് ഒരു 3 ഫോഴ്സ് മെമ്പറിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് നമ്മൾ എഴുതാൻ പറ്റും. ഇനി നോക്കാം, എൻ്റെ കയ്യിലൊരു ലിങ്ക് ഉണ്ട്. ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F1ൻ്റെ മാഗ്നിറ്റ്യൂഡ് അറിയാം, ഡയറക്ഷനും അറിയാം. F1 വെക്ടർ ഈസ് 50 ന്യൂട്ടൺ, ഡയറക്ഷൻ അറിയാം. ഈ F2 സപ്പോസ് ഇത് A, ഇത് B, ഇത് O. ഓക്കെ, പിന്നെ ബിയുടെ ഡയറക്ഷൻ അറിയാം. ബിയിൽ ആക്ട് ചെയ്യുന്ന F2ൻ്റെ ഡയറക്ഷൻ അറിയാം, ബട്ട് മാഗ്നിറ്റ്യൂഡ് അറിയില്ല. F2യുടെ മാഗ്നിറ്റ്യൂഡ് അറിയില്ല, പക്ഷെ ഡയറക്ഷൻ അറിയാം. ഇനി എയിൽ ആക്ട് ചെയ്യുന്ന ഒരു F3 ഉണ്ട്. അതിൻ്റെ ഡയറക്ഷനും അറിയില്ല, മാഗ്നിറ്റ്യൂഡും അറിയില്ല. ഇത് ഡയറക്ഷൻ അറിയാം. അങ്ങനെയുള്ളൊരു സിനാരിയോ, അതായത് നമ്മൾ 3 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു ഫോഴ്സ് കംപ്ലീറ്റ്ലി നോൺ ആണ്, അതായത് അതിൻ്റെ ഡയറക്ഷൻ അറിയാം, മാഗ്നിറ്റ്യൂഡും അറിയാം, അല്ലെങ്കിൽ ലൈൻ ഓഫ് ആക്ഷൻ, മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ, 3 കാര്യങ്ങളും അറിയാം. F2യുടെ ലൈൻ ഓഫ് ആക്ഷൻ അറിയാം. ഓക്കെ, ലൈൻ ഓഫ് ആക്ഷൻ അറിയാം. പക്ഷെ F3യുടെ എയിലാണ് ആക്ട് ചെയ്യുന്നത്. F3യുടെ ഡയറക്ഷൻ അറിയില്ല, മാഗ്നിറ്റ്യൂഡ് അറിയില്ല. പക്ഷേ ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, ഈ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം, നമുക്ക് ബാക്കിയുള്ള ഈ 3 ബാക്കി അറിയാത്ത അൺനോൺ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ നോക്കാം. അപ്പോൾ നമുക്കറിയാം, ഇത് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. വാട്ട് ആർ ദോസ് കണ്ടീഷൻസ്? ഓൾ ദ 3 ഫോഴ്സസ് ഷുഡ് ബി concurrent. The resultant of all the 3 forces should be 0. That is, all the 3 forces should be in equilibrium. നോക്കാം, നമുക്ക് F1ൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡ് അറിയാം. F1 ഇങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, F2യുടെ ലൈൻ ഓഫ് ആക്ഷൻ അറിയാൻ സാധിക്കുന്നു. സപ്പോസ് ഇതാണ് നമ്മുടെ മെമ്പർ. F2യുടെ ലൈൻ ഓഫ് ആക്ഷൻ അറിയാം. ലൈൻ ഓഫ് ആക്ഷൻ അറിയാമെങ്കിൽ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാം. F1 എക്സ്റ്റെൻഡ് ചെയ്യാം. ഇത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ. ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് O ആണ്. ഇത് ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 ഫോഴ്സ് ഉണ്ട് എന്നല്ല പറഞ്ഞത്. ഇപ്പോൾ ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ 3 ഫോഴ്സും കൺകറൻ്റ് ആയിരിക്കും. അതായത് 3 ഫോഴ്സിനും ഒരു കോമൺ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഉണ്ടാവും. അപ്പം മൂന്നാമത്തെ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ഇതാണ്, A ആണ്. അപ്പോൾ അത് എയിലൂടെ എന്തായാലും പാസ് ചെയ്യണം, ഓയിലൂടെയും പാസ്സാണ്. കാരണം O പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനാണ്. അപ്പോൾ 3 ഫോഴ്സും ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ എയിലൂടെ എന്തായാലും ഇത് പാസ് ചെയ്യും, കാരണം അത് എയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ എ. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇതായിരിക്കും. എയിലൂടെയും പാസ് ചെയ്യണം, ഓയിലൂടെയും പാസ് ചെയ്യണം. അപ്പോൾ ദിസ് ഈസ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് F3. ദിസ് ഈസ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് F2. അപ്പോൾ ഇങ്ങനെ നമ്മൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകണം. അങ്ങനെ ഒരു പോയിന്റ്, അങ്ങനെ നമ്മൾ F3യുടെ ലൈൻ ഓഫ് ആക്ഷൻ കണ്ടുപിടിച്ചു. ഇനി F3യുടെ ലൈൻ ഓഫ് ആക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ
എന്ത് ചെയ്യാം എഫ് നോക്കാം. ഇനി നമ്മൾ ഫോഴ്സ് ട്രയാങ്കിൾ വരക്കാം. F1 ഒരു പർട്ടിക്കുലർ സ്കെയിൽ എടുത്ത് F1 വരക്കാം. ഇനി F1ൻ്റെ ഹെഡിൽ കൂടെ എന്ത് ചെയ്യാം, F1ൻ്റെ ഹെഡിൽ കൂടെ നമ്മൾ ലൈൻ ഓഫ് ആക്ഷൻ F3 അതിന് പാരലായിട്ട് വരക്കാം. F3. ഇനി F1ൻ്റെ ടെയിലിൽ കൂടെ നമ്മൾ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് F2 വരക്കാം. അപ്പോൾ അറിയുന്ന ഫോഴ്സ് F1 ആണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും അറിയാം. അപ്പോൾ F1ൻ്റെ ഹെഡിൽ കൂടെയും ടെയിലിൽ കൂടെയും നമുക്ക് അറിയാവുന്ന ബാക്കി രണ്ട് ഫോഴ്സിൻ്റെയും ലൈൻ ഓഫ് ആക്ഷൻ നമ്മൾ പ്രീവിയസ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച ലൈൻ ഓഫ് ആക്ഷൻ വരക്കാം. ഇതാണ് ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ്. ഓക്കെ, അപ്പോൾ F2യുടെ ഡയറക്ഷൻ അറിയാമെങ്കിൽ എന്തായാലും ഇത് ഇങ്ങനെ ആയിരിക്കും, ഇത് ഇങ്ങനെ. ഇത് കംപ്ലീറ്റ് ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയില്ലേ. ഇനി ഇത് വളർന്നാൽ എന്ത് കിട്ടും, F3. ഈ ലൈൻ സെഗ്മെൻറ്റ് അളന്നു കഴിഞ്ഞാൽ F3യുടെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. ഡയറക്ഷൻ ഇങ്ങനെയാണ്. F1 അളന്നു കഴിഞ്ഞാൽ F1ൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഒരു സിനാരിയോ സച്ച് ദാറ്റ് എന്താണ്, ഒരു 3 ഫോഴ്സ് മെമ്പറുണ്ട്. ആ 3 ഫോഴ്സ് മെമ്പറിൽ 3 ഫോഴ്സസ് ഉണ്ട് എന്നറിയാം, പക്ഷെ ഒരു ഫോഴ്സ് മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് നോൺ ഉള്ളൂ. വേറൊരു ഫോഴ്സ് ഡയറക്ഷൻ മാത്രം അറിയാം, മൂന്നാമത്തെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അറിയുന്ന മാഗ്നിറ്റ്യൂഡ് അറിയാം. അപ്പോൾ അൺനോൺ ആയിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സും നമുക്ക് ആ മെമ്പർ ഈക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ഒരു സിനേരിയോ എന്ന് പറയുന്നത് മെമ്പർ വിത്ത് 2 ഫോഴ്സസ് ആൻഡ് എ ടോർക്ക്. അപ്പോൾ ഒരു ടോർക്ക് ഉണ്ട്, 2 ഫോഴ്സും ഉണ്ട് ഒരു മെമ്പറിൽ. അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സ് ഇക്വിലിബ്രിയത്തിൽ ആവണമെങ്കിൽ ടു ബി ഇൻ ഇക്വിലിബ്രിയം 2 കണ്ടീഷൻസ് ഉണ്ട്. ഫോഴ്സസ് ഷുഡ് ബി equal in magnitude, parallel in direction, and opposite in sense. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് the forces form a couple means ഒരു മൊമെന്റ്. forces form a couple which is equal and opposite to the applied torque ഇത് രണ്ടുമാണ് കണ്ടീഷൻ. അതായത് 2 ഫോഴ്സ് ഒരു ടോർക്കുണ്ട്. അപ്പോൾ ആ 2 ഫോഴ്സ് എങ്ങനെ ആയിരിക്കണം, those 2 forces should be equal in magnitude, parallel in direction and opposite in sense. അതായത് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കണം, പക്ഷേ 2 ഫോഴ്സും കൊലീനിയർ ആവാൻ പാടില്ല, പാരലൽ ആയിരിക്കണം, ഓപ്പോസിറ്റ് ഇൻ സെൻസ് ആയിരിക്കണം. അതായത് ഒന്നിൻ്റെ ഡയറക്ഷൻ റൈറ്റിലേക്കാണെങ്കിൽ മറ്റേത് ലെഫ്റ്റിലേക്കായിരിക്കണം. പിന്നെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇങ്ങനെ പാരലായിട്ടുള്ള 2 ഫോഴ്സ് ഓപ്പോസിറ്റ് ഇൻ സെൻസ് ആണെങ്കിൽ ഉറപ്പായിട്ടും those 2 forces will form a couple and that couple should be in opposite direction to the applied torque and equal in magnitude with that applied torque. അതായത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദി അപ്ലൈഡ് ടോർക്ക് ആയിരിക്കണം. അതായത് ഞാൻ കാണിച്ചു, സപ്പോസ് ദിസ് ഈസ് മൈ മെമ്പർ AB. ഇതിൽ 2 ഫോഴ്സ് ഉണ്ട്, ഒരു അപ്ലൈഡ് ടോർക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഉണ്ട്. 2 ഫോഴ്സ് ഉണ്ട്. ആ 2 ഫോഴ്സ് എങ്ങനെ ആയിരിക്കണം, ഈക്വൽ ആയിരിക്കണം. സപ്പോസ് ദിസ് ഈസ് F1 ആക്ടിങ് ഓൺ F2 ആക്ടിങ് ഓൺ B, F1 ആക്ടിങ് ഓൺ A. അപ്പോൾ F1 ഷുഡ് ബി ഈക്വൽ ടു F2,
F1 vector should be opposite direction. ഓക്കെ, ഇത് ലെഫ്റ്റിലേക്കാണെങ്കിൽ ഇത് ഇത് റൈറ്റിലേക്കാണെങ്കിൽ ഇത് ലെഫ്റ്റാണ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കണം, ഡയറക്ഷൻ ഓപ്പോസിറ്റ് സെൻസിലായിരിക്കണം, പിന്നെന്താണ്, പാരലായിരിക്കണം. ഓക്കെ, രണ്ടും പാരലായിരിക്കണം. നിങ്ങൾക്കറിയാം, ഇങ്ങനൊരു പാരലൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പാരലായിട്ടുള്ള ഈക്വലൻ മാഗ്നിറ്റ്യൂഡ് ആയിട്ടുള്ള ഫോഴ്സസ് വിൽ ഡെഫിനറ്റ്ലി ഫോം എ കപ്പിൾ മീൻസ് if this is the perpendicular distance between F1 and F2, let it be h. Suppose let me mark this distance here. So this is the perpendicular distance between us. The moment formed or the torque formed by this couple will be F1 is equal to F2, right? So the torque formed will be T equal to, let it be T due to couple TC, F1 into H or F2 into H. So this T is the applied torque. So the applied torque should be equal to TC, should be equal but opposite in direction. That means if this is in clockwise direction, F2 and F1, the couple formed by F2 and F1 should be anti-clockwise, right? Then only the net torque or net moment will be 0. Net moment 0 ആവണമെങ്കിൽ അപ്ലൈഡ് ടോർക്കിൻ്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമ്മൾ ഫോഴ്സ് ഉണ്ടാക്കുന്ന കപ്പിളിൻ്റെ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ മെമ്പർ നമുക്ക് ഈക്വിലിബ്രിയത്തിലാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, so these all are the conditions necessary for different types of member to be in equilibrium. That means 2 force member, 3 force member, 2 force and a torque member. So for a 2 force member to be in equilibrium, the forces should be concurrent. For a 3 force member to be in equilibrium, the forces should be അതായത് 2 force member equilibrium, both the forces should be collinear. For 3 force members to be in equilibrium, all the three forces should be concurrent. A 2 force member and a 2 force and a torque member to be in equilibrium, both the forces should be parallel. Okay, അപ്പോൾ 3 കേസിലും 3 ഡിഫറെൻറ്റ് കണ്ടീഷൻസ്. ഓക്കെ, ആദ്യത്തെ കേസിൽ കൊലീനിയർ ആവണം, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കണം. രണ്ടാമത്തെ കേസിൽ കൺകറൻ്റ് ആവണം, നെറ്റ് ഫോഴ്സ് 0 ആവണം. മൂന്നാമത്തെ കേസിൽ പാരലൽ ആവണം, ഉണ്ടാക്കുന്ന കപ്പിള് അപ്ലൈഡ് ടോർക്കിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം, ഈക്വലും ആയിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ചും കൂടി ഡീറ്റെയിലി നമ്മൾ ഒരു 4 ബാർ മെക്കാനിസം അല്ലെങ്കിൽ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം ഒക്കെ എങ്ങനെയാണ്, ആണോ അല്ലെങ്കിൽ ഈക്വിലിബ്രിയത്താണെങ്കിൽ ഏതെങ്കിലും അൺനോൺ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് ഓരോ പ്രോബ്ലം വഴി നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും 2 ക്ലാസ് എടുത്തു കഴിഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് മൈ മെത്തേഡ് സീംസ് ടു ബി നോട്ട് കോമ്പാറ്റബിൾ വിത്ത് യുവർ നോട്ട് acceptable for you, please feel free to contact me. Okay, so I'll be winding up this session. Thank you.